ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം മഴയെല്ലാം അടുത്തുകൊണ്ട് വരുന്നല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് വിറകെല്ലാം മഴക്കാലത്തേക്ക് റെഡിയാക്കി വെക്കാനുണ്ട്. അതിന് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓല തരിക്കി വെക്കണം. അതിന് ഞങ്ങളെ സ്ഥലത്തേക്ക് പോകുന്നത് ഈ പോകുന്ന വഴി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് കുറച്ചേ നടക്കാനുള്ളൂ. പക്ഷെ പോകുന്ന വഴിയിൽ ഇതേപോലെ പോകൻ വില്ല അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു പുരയുണ്ട്. അതെല്ലാം നടന്നിട്ട് പിന്നെ റോഡിലൂടെ നേരെ ഞങ്ങളെ സ്ഥലത്തേക്ക് പോയി. വൈകുന്നേരം ഏകദേശം ഒരു 5:30 വെയിലെല്ലാം തണിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അല്ലാണ്ട് രാവിലെ ഒന്നും വെയിലത്ത് പോയിട്ട് ഓലൊന്നും എടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല, അതും ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത്. അങ്ങനെ ഓലയെല്ലാം നോക്കുമ്പോൾ ഓല ഒന്നും കാണാൻ കൊള്ളില്ല, എല്ലാം വളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഓലൻ്റെ നീളമെല്ലാം ചെറിയത് ഓരോരോ ഓല ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഇതൊന്നും ഒരു എടുക്കാൻ പറ്റാത്തത് പോലെ തോന്നി. പിന്നെ അതൊന്നും അവിടെ വിട്ടിട്ട് വന്നില്ല. അത് തന്നെ ഒന്ന് എടുത്തിട്ട് ഒപ്പിക്കാമെന്ന് വെച്ചിട്ട് താഴെയുള്ള സ്ഥലത്തെല്ലാം നോക്കുമ്പോൾ ആടെ കുറച്ച് നല്ല ഓല ഉണ്ട്. അതിൽ നിന്ന് നല്ല ഓല മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് പിന്നെ തിരക്കുന്ന പണി തുടങ്ങി. ഇതെല്ലാം ഇങ്ങനെ നമ്മളെ റൂട്ടീനല്ല, എപ്പോഴും ഒരിക്കൽ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ ഒന്നാമത് നമ്മളെ ശരീരവും ഒന്ന് നന്നായിട്ട് അനങ്ങും. ഇതെല്ലാം ഏകദേശം നമ്മൾ ഒരു 3-4 ദിവസം ഇങ്ങനെ വിറകെല്ലാം ശേഖരിച്ച് വെച്ചാൽ മഴക്കാലത്ത് ഒരു 5-6 മാസത്തേക്കുള്ള വിറക് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഓല എടുത്ത് വെക്കുന്ന പരിപാടി ചെയ്യുന്നത് ഈ വർഷത്തേക്കുള്ള. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓലെല്ലാം തിരക്കി വെച്ചിട്ട് അതിൻ്റെ മട്ടിലും ആദ്യമായിട്ട് ഞാൻ ഒരു മട്ടിൽ കുറച്ച് നേരത്തെ ചെയ്തതുപോലെ അങ്ങനെ നടുവെന്ന് പൊളർന്നെടുക്കുന്നത്. ഇത് പച്ച ഓല, ഇതിൻ്റെ ഈ മട്ടിലെല്ലാം കുറച്ച് പച്ച ഉണ്ടായിന്, അതിനോട് ശരിക്കും പൊളർന്നെടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ഓല തിരക്കുമ്പോൾ എപ്പോഴും നല്ല ഉണക്കായിട്ടുള്ള ഓല തിരക്കുന്നതാണ് നല്ലത്. കത്തിക്കും നല്ല മുറിച്ച് വേണം. അങ്ങനെ വരുമ്പോൾ 2 കത്തി കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഒരു കത്തിയിൽ ഞാൻ തിരക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കെട്ടുണ്ടല്ലോ, അതിൽ 2 ഓലയുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി. ഒരു ഓലയോളം ഓൻ്റെ കയ്യിലുള്ള കത്തിന്ന് ഓനും തിരക്കി. അതിൻ്റെ മുകളിലത്തെ സ്ഥലത്തിലത്തെ ഓലെല്ലാം കുറച്ച് നല്ലതെല്ലാം എടുത്തതിന് ശേഷം താഴെ നല്ലതുണ്ടാകാൻ നോക്കാൻ പോയി. ആടെയും കുറച്ച് ആടെയാടായിട്ട് നല്ലതുണ്ടായി. അതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് കൊത്തി. അങ്ങനെ അത് ധരിക്കുന്ന സമയത്തുണ്ട് ദൂരത്തുനിന്ന് മയിൽ 5-6ഓളം മയിലുണ്ട്. എൻ്റെ മോന് അത് കാണിച്ചു തന്ന്. അത് നോക്കുമ്പോൾ ഒന്നിൻ്റെ നെക്കിന് മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡ്, ബാക്കിയുള്ള എൻ്റെ നെക്കെല്ലാം ബ്ലൂ, ഒന്നിന് ഗ്രീൻ നല്ല ഉണ്ടായി. അത് കുറേ സമയം നോക്കി നിന്ന്. അങ്ങനെ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഓല തേക്കുന്ന പരിപാടി എത്തുമ്പോൾ ഈ മയിൽ മുകളിലേക്ക് നടന്നുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ മോന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം, നമുക്ക് അതിനെ നോക്കാം. കൂട്ടത്തിൽ 2 ആണ് മയിലുണ്ടായി, നല്ല വാല്. ഞാൻ വിചാരിച്ച് ഈ ഒരു നൃത്തം കാണുമ്പോൾ അത് വാല് ഇങ്ങനെ ഫുള്ളും നിവർത്തി നിൽക്കലില്ലേ, അങ്ങനെ നിൽക്കുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോന് പറഞ്ഞ് ഉമ്മ അതിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. അപ്പോൾ എന്തായാലും മയിലിൻ്റെ അടുത്തേക്ക് പോകുന്നല്ലേ, ഇനി മയിൽ കൊത്തണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു മട്ടിലിൻ്റെ കഷ്ണം കയ്യിൽ പിടിച്ചു, മയിൽ കൊത്താൻ വന്നാൽ തല്ലാൻ. അങ്ങനെ അതിൻ്റെ അടുത്ത് പോലെ എത്തിയിട്ട അപ്പോഴേക്കും മയിലെല്ലാം പാഞ്ഞു പോയി. അങ്ങനെ അതിനെല്ലാം കുറച്ച് സമയം നോക്കി നിന്ന്. പിന്നെ ഇനിയും ഇതിൻ്റെ ബയലെന്ന് പോയാൽ എൻ്റെ പണി നടക്കില്ല. അതിനോട് നേരെ തിരിച്ചിട്ട് എവിടെ ഞാൻ ലാസ്റ്റ് എത്തിയത് അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ ഇത് ഞാൻ പോരുന്ന് ഏകദേശം 5:45 ഇറങ്ങുമ്പോൾക്ക്. പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയമായില്ലേ, അതിനോട് പെട്ടെന്ന് തിരക്കിയെടുത്ത്. അങ്ങനെ ഓലൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇനി ഇത് കെട്ടണം. ഞാൻ പുരയിൽ വരുമ്പോൾ വലിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിനെ ചെറിയ വള്ളിയാക്കി എടുക്കണം. അതിന് കത്തിയല്ല, ഞാൻ ഇതുപോലെ കല്ലിലേക്ക് റബ്ബ് ചെയ്തിട്ട് നേരെ വള്ളി കഷ്ണാക്കണം. ഓല കെട്ടി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ വായൻ്റെ ഇല കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വായൊന്നുമില്ല. പിന്നെ വായൻ്റെ വള്ളി എടുത്തിട്ട് ഇടത്തേക്ക് നമ്മൾ പുരയിൽ നിന്ന് ഇടത്തേക്ക് വരാമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ, കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ ഈ വള്ളി കഷ്ണമെല്ലാം ഒന്ന് നേരെ ഇതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഓല കെട്ടാൻ തുടങ്ങി. ഈ ഓല കെട്ടുന്നത് കുറച്ച് ഡിഫിക്കൽട്ട്. ഏകദേശം 10-12ഓളം കെട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായി. ഒരു കെട്ടിൽ 2 ഓല, അപ്പോൾ എത്രയായി, ഞാൻ 24 ഓല തരക്കി. അങ്ങനെ ഇപ്പോൾ മോന്തിയാവാനായിട്ടുണ്ട്, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. പിന്നെ ഞാൻ പെട്ടെന്ന് ഈ ഓലെല്ലാം കെട്ടി വെച്ച്. വള്ളി അതിനോട് തീരെ ശരിയാകുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഓലൻ്റെ കെട്ട് താഴെയായിപ്പോയി. ഇങ്ങനെ താഴെയാവാൻ പാടില്ല, കുറച്ച് മുകളിലാണ്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെടുത്ത് വെക്കുമ്പോൾക്ക് അതിൻ്റെ ആ കെട്ടെല്ലാം ഊരിപ്പോയി. പിന്നെയും അത് കെട്ടിയത്. അങ്ങനെ ഇത് കെട്ടാനും കുറേ ടൈം എടുത്ത്. ഈ വള്ളിയെല്ലാം അപ്പുറം ഇപ്പുറം പിടിച്ച് വലിച്ചിട്ട് എൻ്റെ കയ്യും നല്ല വേദന എടുക്കുന്നുണ്ടായി. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് കൊണ്ടുവന്ന കത്തി കാണാതായി. ഓന് പറഞ്ഞ് ഞാനിവിടെ കിണറ്റിൻ്റെ ബക്കിൽ വെച്ച് നിന്ന്. അങ്ങനെ കിണറ്റിൻ്റെ ബക്കിൽ ഞാൻ കിണറ്റിൻ്റെ ഉള്ളിൽ നോക്കിയിനി അടയാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല.
അങ്ങനെ കത്തിക്ക് ഞാൻ കുറേ സമയം ബൾബെല്ലാം നോക്കി, കത്തിയില്ല. പിന്നെ മോന്തി മഗ്‌രിബിൻ്റെ സമയമാണ്, കിണറ്റിൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത പണി ഈ ഓലനെല്ലാം എടുത്തിട്ട് മുകളിലിടണം. അങ്ങനെ ഓനോട് ഈ ഓലെല്ലാം എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. ഓന് രണ്ട് ഓലയെ കൊണ്ടുപോയി എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കത്തി ഉണ്ടാകാൻ നോക്കുന്നുണ്ടായി. പിന്നെ ഈ താഴേന്ന് മുകളിലേക്ക് നടക്കുന്നത് കുറച്ച് കയറ്റെല്ലാം കയറാനില്ലേ. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് കൊടുത്താൽ മതി. അത് പിന്നെ തോന്നിയ ഐഡിയ. അങ്ങനെ ഞാനും കൊടുത്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ഓല കൊത്തിയ സ്ഥലത്ത് വന്ന് ആദ്യം ഓല കെട്ടാക്കി വെച്ച്. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായി. പിന്നെ ഓല ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. അപ്പോൾ പുറത്ത് വെച്ചെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓല കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പോൾ മഴയെല്ലാം പെയ്തെങ്കിൽ ഇത് ചണ്ടിയാവുമല്ലോ, അതിന് ഈ ഒരു ഷെഡിൽ വെക്കാമെന്ന് വെച്ചു. ആദ്യം അഡത്തിൽ വെച്ച്, അപ്പോൾ പിടിക്കില്ല എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാം കുത്തനെ വെക്കാൻ തുടങ്ങി. അങ്ങനെ 12 കെട്ട് ഓലയും ഇവിടെ ഷെഡിൽ അടുക്കി വെച്ച്. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്കെല്ലാം കൊടുത്തിട്ട് രാത്രി ആയിട്ടുണ്ടായി. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്ര ആക്കിയിട്ട് വെച്ച്. അങ്ങനെ 2 കത്തിയായി വന്ന് നമ്മൾ 1 കത്തിയായിട്ട് പൊരക്ക് തിരിച്ചു പോയി. അങ്ങനെ പിറ്റേ ദിവസവും ഈവനിങ് അതേ സമയമാകുമ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ ഒരു 10-12 കെട്ട് ഓല തിരക്കി വെച്ചിട്ടുണ്ടായി. അതും ഇതുമായി ആയെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തേക്കുള്ള ഓല റെഡിയായി. അങ്ങനെ ഇതെല്ലാം നേരെ എടുത്ത് വെച്ചിട്ട് ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടണം. അങ്ങനെ ആടെല്ലാം കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഇതിൽ കുറേ മട്ടിൽ ഞാൻ ഇങ്ങനെ നടുവെന്ന് പിളർന്നെടുക്കാൻ ബാക്കിയുണ്ടായിന്. അതെല്ലാം ഹസ്ബൻഡ് പിളർന്നെടുത്ത് തന്ന് ബാക്കിയുള്ളത് ഈ ഷെഡിൽ ഇട്ട് വെക്കണം. അതിന് മുമ്പ് ഷെഡ് നോക്കുമ്പോൾ അടാകെ മെസ്സി ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ശരിയാക്കണം. എഴുന്ന് തുടങ്ങണം എന്തെന്ന് അറിയുന്നില്ല. അത്ര കച്ചേരമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് തേങ്ങാൻ്റെ ചെപ്പെല്ലാം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടിട്ടത്. പിന്നെ ഓലയും അപ്പുറം ഞാൻ നേരെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓലൻ്റെ കെട്ടെല്ലാം അളിയിട്ടുണ്ടായി. അതെല്ലാം ഇവിടുന്ന് ഒന്നും കൂടി വായൻ്റെ വള്ളിയിൽ കെട്ടിയത്. പിന്നെ അതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്ത് വെച്ചിട്ടായിട്ട് എടുത്ത് വെക്കുക. ഫസ്റ്റിനെല്ലാം ഒന്ന് വലിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചൂട് പാമ്പല്ലേ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാം വലിച്ച്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പഴയ ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ കളിയും ബാഗും തുറന്ന് നോക്കുമ്പോൾ അതിലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ 10 രൂപ ഉണ്ടായി. പിന്നെയും ഉണ്ടാകുന്ന നോക്കിയിട്ട് ഒരു ബാക്കിയുള്ള കളിയെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായി. പൈസ ഉണ്ടായില്ല. പിന്നെ പാമ്പിനെല്ലാം പേടിച്ചിട്ട് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ അതിനെല്ലാം ഒന്ന് വലിച്ചെടുത്ത് ഉള്ള സാധനമെല്ലാം. പിന്നെ ഞാൻ ഈ ചെപ്പെല്ലാം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് ഓലെല്ലാം ഒന്നും കൂടി അടുക്കി വെച്ചു. എന്തായാലും റെഡിയാക്കുന്നല്ല, എല്ലാം ഒന്ന് മൂലയ്ക്ക് വെച്ചിട്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ചൂട്, വേർത്ത് കുളിച്ച് ഞാൻ ഈ പണിയെല്ലാം കഴിയുമ്പോൾ. അങ്ങനെ ഇടെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നോക്കുമ്പോൾ ഈ ഷെഡിൽ കുറേ സ്ഥലം ബാക്കിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയും കുറച്ച് മട്ടിലും കുറേ ചെപ്പിടാനുള്ള സ്ഥലമുണ്ട്, ഇനി ടൈം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ കത്തിക്കാൻ നോക്കുമ്പോൾ ഇവിടെ എത്ര ഓലൻ്റെ വള്ളിയുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ലേസിയുടെ പുറത്ത് സീറ്റോട്ടിൽ ഇരുന്നിട്ടുണ്ട്. ലേസിക്ക് ഇപ്പോൾ കുറച്ച് സുഖമായിട്ടുണ്ട്, കാലെല്ലാം ശരിയായിന്. അങ്ങനെ ഇതെല്ലാം കത്തിച്ച്. ഇപ്പോൾ ഗ്യാസെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ഫ്യൂവലിന് നേച്ചർ നമുക്ക് തരുന്ന ഈ റിസോഴ്സ് എല്ലാം നന്നായി യൂസ് ചെയ്താൽ അത് നമ്മളെ ലൈഫ് കൂടുതൽ സിമ്പിളാക്കും.